ഇറങ്ങി പോ എന്റെ മുന്നിൽ നിന്ന്. നാണം കെട്ട് വന്നിരിക്കുന്നു. വിഷ്ണു വിഷ്ണു വിഷ്ണുവിനെയാണ് നേരിടേണ്ടി വരികയെന്ന് അറിയില്ലായിരുന്നോ? സേനൻ, ഇത്തവണത്തേക്ക് വിട്ടേക്കും. പക്ഷെ ഇനിയൊരു ശ്രമം നടത്തുമ്പോ സൂക്ഷിക്കണം. പുറത്തറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അറിയാലോ ഞാനിതിന്റെ പിന്നിലുണ്ടെന്നുള്ളത്. അറിയാം. ദേവൻ പൊക്കൊള്ളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമസ്കാരം. ആരാ? വിഷ്ണു എന്നാണ് പേര്. അതിൽ കൂടുതൽ എന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സാർ എന്നെ ഇറക്കി വിടും. പറയാൻ കൊള്ളാവുന്ന ഒരു തൊഴിലോ മേൽവിലാസമോ ഒന്നും എനിക്കില്ല. ഇരിക്കൂ. എന്നിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കൂ. അഞ്ജന പറയുന്നതെല്ലാം സത്യമാണ് സാർ. പണവും പ്രതാപവും അവൾ മോഹിക്കുന്നില്ല. ഇത്രയും കാലം നിഷേധിക്കപ്പെട്ടിരുന്ന സ്നേഹം ഒരു ദിവസത്തേക്കെങ്കിലും കിട്ടാൻ അതിനാണ് അവൾ ഈ കുറുമ്പ് മുഴുവൻ കാണിക്കുന്നത്. തനിക്ക് പോകാം. ഒരു തെരുവ് ഗുണ്ടയുടെ തത്വോപദേശത്തിന് ചെവി കൊടുക്കാൻ എനിക്ക് സമയമില്ല. അപ്പൊ സാറിന് എന്നെ മനസ്സിലായി. വിശ്വനാഥ മേനോൻ എന്ന പേര് നഗരത്തിന്റെ അഴുക്കുചാലിൽ ജനിച്ചു വളർന്ന എന്റെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആദരം കലർന്ന ഒരു ഭയം തന്നെ ആ പേര് എന്നെ പോലുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അഞ്ജന പറഞ്ഞ കഥകൾ കേട്ടപ്പോ തെരുവിലെ കുപ്പത്തൊട്ടിയിൽ നിന്നും ഈ ബംഗ്ലാവ് വളരെ അകലത്തിലല്ല എന്ന് ബോധ്യമായി. ആ ധൈര്യത്തിലാണ് വന്നതും സംസാരിച്ചതും. മാപ്പാക്കണം. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്ന വിശ്വാസത്തോടെ പോകുന്നു. അതിനുള്ള ശ്രമത്തിനിടയിൽ ഇഷ്ടമായില്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണേണ്ടി വരും സാർ. ഈ വിഷ്ണു എന്ന് പറയുന്നതിനെ കൊണ്ട് വലിയ തൊന്തരവായല്ലോ. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ അവൻ. കാര്യങ്ങൾ എന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ അത്ര എളുപ്പമല്ല. ദേവൻ, ഞാൻ പറയുന്ന കേൾക്കൂ. ശക്തനായ ഒരാളിന്റെ ബലം ഇപ്പൊ ദേവൻ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ശക്തനായ ഒരാളെന്നല്ല. പിന്നെ മേനോൻ സാറിന്റെ വീഴ്ച ആഗ്രഹിക്കുന്ന ഒരാൾ. കാര്യങ്ങൾ എളുപ്പമാകാൻ അങ്ങനെ ഒരാളെ കൂട്ടുപിടിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ആരാത്? സിസിലി വ്യക്തമായിട്ട് അങ്ങ് പറ. മോഹൻ തമ്പി. ആ നാറിയോ? അവനെ എങ്ങനെ നമ്പാൻ കഴിയും? അല്ല ദേവ, ഒരു കാര്യമുണ്ട്. മേനോൻ സാറിനെ വഹിക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് ആള് ദേവന്റെ കൂടെ നിൽക്കും. എങ്ങനെ പാലപ്പുറം? ആ പെണ്ണിന്റെ കാര്യമൊക്കെ അറിഞ്ഞ അവൻ അത് വെച്ച് കളിക്കില്ലേ? ഇല്ല, ഞാൻ ഉറപ്പു തരാം. പകരം അയാൾ എന്താവശ്യപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഛേദമില്ലാത്ത ഒന്നാണെങ്കിൽ എന്താ ദേവൻ? ശരി, നോക്കൂ ദേവൻ, എനിക്ക് തന്നോട് ഒരു വിരോധമില്ല. ചില്ലറ കുഴപ്പങ്ങൾ നമ്മൾ അന്യോന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ. നമ്മളെല്ലാം നേടാനുള്ള യുദ്ധത്തിലാണ്, വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനുള്ള. പക്ഷെ തന്റെ ഈ പ്രശ്നത്തിൽ എല്ലാ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വിഷ്ണുവാണ് അവളുടെ കൂടെ ഉള്ളത്. അവനെ സൂക്ഷിക്കണം. അവൻ അപകടകാരിയാണ്. എത്രയോ കാലമായി നമ്മളെല്ലാം ആ രണ്ട് ചെറ്റകളുടെ ഇടയിൽ കിടന്ന് ഇറങ്ങുന്നു. ഇതൊരു അവസരമാണ്. അഞ്ജനയുടെ കഥ കഴിയുന്നതോടൊപ്പം അവന്മാരും തമ്മിൽ തല്ലിച്ചാവണം. യാദവരുടെ കഥ പോലെ അന്യോന്യം കുത്തിക്കീറി ഒടുങ്ങണം ആ വർഗം മുഴുവൻ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും കൂടെ പറപ്പുകളാ. കേറി എങ്ങും കോംപ്രമൈസ് ചെയ്യാൻ അധികം സമയം എടുക്കില്ല അല്ലേ? പാലപ്പുറം, താൻ പറഞ്ഞത് കറക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വൈരാഗ്യം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ്. വിഷ്ണുവിനും അഞ്ജനയ്ക്കും കിട്ടാൻ പോകുന്ന അടുത്ത അടി സേനന്റേതായിരിക്കില്ല, നമ്മുടേതായിരിക്കണം. വിശദമായി പ്ലാൻ ഞാൻ പറയാം. പിന്നെ എല്ലാം ഭംഗിയായി അവസാനിച്ചു കഴിയുമ്പോ ദേവൻ എനിക്ക് എന്ത് തരും? തമ്പി പറഞ്ഞോളൂ. പണം? നോ, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. പണം ഞാൻ അങ്ങോട്ട് തരും, ആര് തരുന്നതിലും ഇരട്ടി. ദേവൻ എനിക്ക് തരേണ്ടത് തന്റെ കയ്യിൽ നാളെ എത്തിച്ചേരാൻ പോകുന്ന കർമ്മഭൂമി പത്രത്തിന്റെ ഷെയറുകളാണ്. മാർക്കറ്റ് റേറ്റിന്റെ ഇരട്ടി ഞാൻ ഓഫർ ചെയ്യുന്നു. ആവാം. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത മേഖലയാണ്. എനിക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ശരി, ഞാൻ ഉറപ്പ് തരുന്നു. ഇനി എല്ലാം എനിക്ക് വിട്ടേക്കൂ. താൻ ഒരിടത്തും ഇൻവോൾവ് ആവണ്ട. എല്ലാം ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. ഓക്കെ? ഈ മുന്നണി ഒരു കളി കളിക്കും. എത്രയും പെട്ടെന്ന് അഞ്ജനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ കുഴപ്പമാവും. എനിക്ക് മാത്രമല്ല, മനീഷയ്ക്കും കുഴപ്പങ്ങളുണ്ടാവും. എന്നെ കൂടെ താമസിപ്പിക്കുന്നു എന്നറിയുമ്പോ. മോഹൻ തമ്പിയെ സൂക്ഷിക്കണം. ഇവിടെ വെച്ച് അവരുദ്ദേശിക്കുന്നതെന്തും നിസ്സാരമായി സാധിക്കാൻ കഴിയും. എത്രയും വേഗം തയ്യാറായിക്കൊള്ളൂ.
സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരേ ഒരു സ്ഥലം എന്റെ മട മാത്രമേ ഉള്ളൂ. വരാൻ ഒരുക്കമല്ലേ? ഭയങ്കര പെയിൻ. എന്തൊരു നീറ്റില. ചത്തുന്നാ ഞാൻ കരുതിയ. ഏയ്, ഒരു ഡിസ്പെൻസറി വരെ പോയെന്ന് ഡ്രസ്സിങ് ചെയ്യണം, ഇല്ലെങ്കിൽ സെപ്റ്റിക് ആവും. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴേ കിടന്ന് വരണ്ടാലോ. ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. അടി, ഇടി, വെട്ട്, തട്ട്. അത് അപ്പോഴല്ലേ. ഇപ്പൊ എനിക്ക് വേദനിച്ചിട്ട് വയ്യ. വേദനയ്ക്കൊരു ചികിത്സയുണ്ട്. എന്ത് ചികിത്സ? വാ. വിഷ്ണു, എന്താ വിഷ്ണു ഇത്? അയ്യോ വേണ്ട, വേണ്ട വിഷ്ണു. ഇങ്ങോട്ട് അയ്യോ വിഷ്ണു, പ്ലീസ് വിഷ്ണു, വേണ്ട. വേണ്ട വിഷ്ണു. ശ്രീ വിശ്വനാഥ മേനോനെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പ്രാവടയാളത്തിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ അപേക്ഷിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കല്ലംകുളം മൈതാനിൽ നടക്കുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവ് ശ്രീ ബാലൻ വള്ളിക്കാവ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. ബാലൻ വള്ളിക്കാവ്. ഞാൻ അഞ്ജന. ബാലൻ വള്ളിക്കാവ്. ഇരിക്കൂ. ഫോണിലൂടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ടില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവാൻ. നിങ്ങൾ ആരാണെന്ന് ആദ്യം വ്യക്തമാക്കൂ. നോക്കൂ മിസ്റ്റർ ബാലൻ, ഞാൻ ആരാണെന്നത് ഇവിടെ അപ്രസക്തമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രസക്തി. സംഘടനയുടെ ദേശീയ തലത്തിലെ പ്രമുഖനായ നേതാവാണ് മേനോൻ സാറ്. അദ്ദേഹത്തിന്റെ ഇമേജിനെ സാരമായി ബാധിക്കുന്ന ഒരു ആരോപണമാണിത്. നോ, വെറും ഒരു ആരോപണമല്ല, ഇറ്റ്സ് എ ഫാക്ട്. തെളിവ് സഹിതം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. തെളിവെന്ന് പറയുമ്പോ നിങ്ങളുടെ മേനോൻ സാറ് ആ സ്ത്രീയെ രജിസ്റ്റർ മാരേജ് ചെയ്ത രേഖകളുടെ കോപ്പി അടക്കം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ കാലം കുറച്ചായാലും ഇത്തരക്കാർക്ക് ജയ് വിളിച്ചു നടക്കുന്നു. ജനലക്ഷങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്സ് മറക്കരുതല്ലോ. സ്വന്തം കാര്യവും. വിശ്വനാഥ മേനോൻ പൊളിറ്റിക്കൽ കൊളസസ് ആയിരിക്കാം, പക്ഷേ ഇതുപോലൊരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ആളിനെ മാറ്റി നിർത്താനുള്ള ഗട്ട്സ് നിങ്ങൾ ചെറുപ്പക്കാർ കാണിക്കണം. ഒന്ന് ഓർത്തു നോക്കൂ, അധികാര സ്ഥാനങ്ങൾ എന്നും ഇവരെ പോലുള്ളവർ മോണോപോളൈസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ബാലനെ പോലുള്ള ചെറുപ്പക്കാർക്കും ഡൽഹിയൊക്കെ ഒന്ന് കാണണ്ടേ? ആലോചിച്ചൊരു തീരുമാനത്തിലെത്തൂ. ഞാനിനിയും ബന്ധപ്പെടാം. വരട്ടെ. നമസ്കാരം. എന്താണോ, എങ്ങനെയുണ്ട് പ്രവർത്തനം? അയ്യോ, എല്ലാം ഗംഭീരമായി നടക്കും സാർ. സാറിന്റെ സന്ദർശനം വൈകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇതെന്താണ് മുഖ്യമന്ത്രി ശിഷ്യന്മാരും കൂടി ഒരു മിന്നൽ പര്യടനം? കാര്യമുണ്ട്. കാര്യമുണ്ട്.
ഏതാണ്ടോ ഉണ്ട്. അല്ലെങ്കിൽ ഈ പാച്ചുവിനെയും കോവാലിനെയും തിരുവനന്തപുരത്ത് കെട്ടിയെടുക്കില്ല. സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പ് പോലും ഈ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരമൊരു ആരോപണം എതിരാളികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രമായി നമ്മൾ കാണുകയല്ലേ വേണ്ടത്? ബാലനെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഇവിടെ തളർന്നു പോവുകയോ ആശയക്കുഴപ്പത്തിലാവുകയോ ചെയ്താൽ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മേനോൻ സാർ പറയുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. മേനോൻ സാർ ശക്തിയുക്തം അതിനെ നിഷേധിക്കാൻ തയ്യാറായാൽ അണികൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. എന്താ മേനോൻ ചേട്ടാ? ബാലൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം 100% സത്യമാണ്. പിന്നെ ബാലൻ അറിയാത്ത മറ്റൊന്നുകൂടിയുണ്ട്. ആ ഇൻഫർമേഷൻ ബാലന് നൽകിയത് മറ്റാരുമല്ല, പ്രഭാദേവിയിൽ എനിക്ക് പിറന്ന മകൾ തന്നെയാണ്. എല്ലാം അറിഞ്ഞിട്ടും അവളെ പടിയിറക്കി വിടേണ്ടി വന്നത് അച്ചടക്ക ബോധമുള്ള പാർട്ടി പ്രവർത്തകനായ വിശ്വനാഥ മേനോൻ എന്ന അച്ഛനെ ജയിച്ചതുകൊണ്ടാണ്. ഹൃദയം നീറുന്ന ഈ ധർമ്മസങ്കടം ഞാൻ ഇതുവരെ അനുഭവിച്ചതും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ചും ഭരണത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ബോധവാനായതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഒരു പൊതുജന പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ വ്യക്തിജീവിതത്തിലെ കറുത്ത പാട് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഈ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നത് പാർട്ടി അനുവദിക്കില്ലെങ്കിൽ എല്ലാം പൊതുജന സമക്ഷം വെളിപ്പെടുത്തി ഇറങ്ങിപ്പോകാൻ ഞാൻ ഒരുക്കമാണ്. പാർട്ടിയുടെ തീരുമാനം സാറ് പറയണം. പാർട്ടിയുടെ അന്തസ് എന്നെന്നും കാത്തു സൂക്ഷിച്ച വളരെയേറെ ബഹുജന സമ്മതനായ മേനോന്റെ വ്യക്തി ജീവിതത്തിലെ ചെറിയൊരു അധ്യായം ഇതുവരെ തുടർന്നു വന്നതുപോലെ തന്നെ രഹസ്യമായിട്ടിരിക്കാൻ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എന്തു വില കൊടുത്തും ഇദ്ദേഹവും നമ്മൾ എല്ലാവരും തന്നെ ഒന്നും പുറത്തറിയിക്കാതിരിക്കാൻ നിർബന്ധിതരാണ്. പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ പോകുന്ന ഈ സംഭവം ഒരു കാരണവശാലും എതിരാളികൾക്കൊരു ആയുധമാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ബാലൻ വള്ളിക്കാവിനെ പോലുള്ള പ്രവർത്തകർ കാണിക്കുന്ന ധാർമ്മിക ബോധവും സദാചാര മൂല്യങ്ങളോടുള്ള ആദരവും പ്രത്യേകം പ്രശംസനീയമാണ്. ബാലനെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഇന്ന് കാലത്താണ് ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കേന്ദ്ര നേതൃത്വത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. വിജയം നമ്മുടേതാണ്. ജയ് ഹിന്ദ്. ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശ്രീ വിശ്വനാഥ മേനോന് പ്രാവടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ അപേക്ഷിക്കുന്നു. അഞ്ജന തന്റെ മകളാണെന്ന് CM-ന്റെ മുന്നിൽ വെച്ച് മേനോൻ സാർ തുറന്ന് സമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മേനോൻ സാർ വഴങ്ങുകയും ചെയ്തു. അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാ മേനോൻ സാർ മകളെ സ്വീകരിക്കുമെന്നാണ്. ദേവാ, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാ പിന്നെ താൻ പുറത്തും അവൾ അകത്തും. അപ്പുറത്ത് അനുജനാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു തണുപ്പം കളി കളിക്കുന്നത്? എന്താവശ്യമായി വന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു തരാൻ കഴിവുള്ള സേനനെയാണ് എനിക്ക് പരിചയം. അവളെ നിന്റെ കയ്യിൽ എത്തിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. തന്ത്രപൂർവ്വം മാത്രമേ ഇക്കാര്യം നടത്താൻ കഴിയൂ. അതിന് ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും. തന്ത്രപൂർവം, സാവകാശം, സേനന്റെ വായിൽ നിന്നും പുതുതായി കേൾക്കുന്ന വാക്കുകളാണല്ലോ ഇതെല്ലാം. എന്തു പറ്റി? വിഷ്ണുവിനെ ഭയമാണ്. ദേവൻ, സേനനെ ഭയപ്പെടുത്താൻ പോകുന്ന ഒന്നിനെയും ദൈവം ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെന്താ? വിഷ്ണു പോയപ്പോ വലത് കൈ നഷ്ടപ്പെട്ടു പോയ നിസ്സഹായതയോ, അതോ നിങ്ങളുടെ യുഗം അവസാനിച്ച് വിഷ്ണുവിന്റേത് തുടങ്ങിയെന്നുള്ള ഭയമോ? ഇനിയും നാക്കിട്ടിളക്കാതെ പോവാൻ നോക്ക്. സേനൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. നീയൊക്കെ ഇനി നേരിട്ട് ബോധ്യപ്പെട്ടാ മതി. പോ, ഇറങ്ങി പോവാൻ. ചേക്കുട്ടി, വണ്ടി റെഡിയാക്ക്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരവുള്ളൂ.
വിഷ്ണു ആ പെണ്ണിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അറിയില്ല. സത്യം പറയണം, വെറുതെ എന്റെ കൈമനക്കെടുത്തരുത്. ഇല്ല, സത്യമായിട്ടും അറിയില്ല. ചേക്കുട്ടി, കേറി നോക്കടാ. അഞ്ജന എന്ന പെണ്ണെ കണ്ടോ? ഇല്ല. സത്യം പറയണ. അയ്യോ ഇല്ല. ഇവിടെ എവിടെയും കാണുന്നില്ല. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. ആ പെണ്ണിനെ ആരെങ്കിലും കുടിയിൽ ഒളിപ്പിക്കാനോ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനോ ശ്രമിച്ചാൽ ഒരൊറ്റ കുടിയില്ലാതെ കത്തിച്ചു കളയും ഞാൻ. മനസ്സിലായല്ലോ?